ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയണം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ സന്ദേശം പുതിയ തലമുറയിലൂടെ നടപ്പിലാക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. ഉള്ളിലെ കാരുണ്യം സമൂഹത്തിന് പകർന്നു നൽകി ഗ്രാമങ്ങളെ പാഠപുസ്തകമാക്കുന്ന വിദ്യാർത്ഥികൾ. അമ്മയുടെ ജന്മദിനാഘോഷവേളയിൽ ഈ മഹത്തായ ആശയം മുൻനിർത്തിയുള്ള അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിനാകമാനം മാതൃകയാണ്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസുകളിൽ ഗ്രാമങ്ങളെ അറിയാനും ഗ്രാമങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമായാണ് ലിവ് ഇൻ ലാബ്സ് എന്ന പാഠ്യപദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അക്കാഡമിക് പഠനത്തിലൂടെ സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുക എന്ന അമ്മയുടെ ആശയം ഈ പാഠ്യപദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. ഗ്രാമങ്ങളിൽ ചെന്ന് അവിടെ ജീവിച്ച് ഗ്രാമങ്ങളെ എന്താണെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ആദ്യഘട്ടം. പിന്നീട് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തുന്നത് രണ്ടാം ഘട്ടം. വിദഗ്ധ വിശകലനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞുവരുന്ന പ്രശ്ന പരിഹാര മാർഗങ്ങൾ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്നതാണ് മൂന്നാം ഘട്ടം. അവർ ഗ്രാമങ്ങളിൽ പോയി 1-2 ആഴ്ച അവരോട് താമസിച്ച് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവർക്ക് അത് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ അവർ പഠിച്ച ടെക്നോളജി വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നു. അതൊരു വശത്ത്. അതേസമയം അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു ലിവ് ഇൻ ലാബ്സ്. അതായത് നമ്മുടെ ലാബ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ജീവിതം. അതിലൂടെ അവരുടെ ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. 2013 മുതലാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലുള്ള ക്യാമ്പസുകളിൽ ലിവ് ഇൻ ലാബ്സ് പാഠ്യപദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ 2800-ൽ പരം ഗ്രാമങ്ങളുടെ വികസനം അമ്മയുടെ ഈ ആശയത്തിലൂടെ യാഥാർത്ഥ്യമായി. വിദ്യാഭ്യാസം ജീവിതത്തിന് എന്ന അമ്മയുടെ ആശയം പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തെ അറിവുകൾക്കൊപ്പം ജീവിതം പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഓരോ ഗ്രാമങ്ങളും. നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഗ്രാമത്തിലുള്ളത്. നമ്മൾ കാണുന്ന ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല അവിടെ ചെന്ന് നമ്മൾ ഗ്രാമം കണ്ടു കഴിഞ്ഞാൽ. ഞങ്ങൾ പഠിച്ച അവർ ലിവിങ് കണ്ടീഷൻസ്, അപ്പോൾ ഇവരുടെ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പ്രോബ്ലം ട്രീ ഉണ്ടാക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് എന്ത് സൊല്യൂഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വാട്ടർ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞങ്ങളിപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ലിവ് ഇൻ ലാബ്സ് ആണ് നമ്മൾ പോയത്. അപ്പോൾ ലിവ് ഇൻ ലാബ്സ് ആക്ച്വലി 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. ലിവ് ഇൻ ലാബ്സ് 1 ഉണ്ട്, ലിവ് ഇൻ ലാബ്സ് 2 ഉണ്ട്. ലിവ് ഇൻ ലാബ്സ് 1 ഈസ് നമ്മൾ അവിടെ പോയിട്ട് സൊല്യൂഷൻ, ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക, ആ പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ തിരിച്ച് വന്നിട്ട് 2ാമത്തെ പ്രാവശ്യം പോയിട്ട് ആ സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് നോർമലായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് നമുക്ക് മനസ്സിലായി മഷ്റൂം ഫാമിംഗ് ഒന്ന് പറ്റും. മഷ്റൂം ഫാമിംഗ് നിറയെ പൈസ കിട്ടും. പിന്നെ അവർക്ക് പാഡി സ്ട്രോ എല്ലാ പ്രാവശ്യം കിട്ടും. ആ പാഡി സ്ട്രോ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു പാഡി സ്ട്രോ ഇല്ലെങ്കിൽ ഒരു 120 രൂപ ആവും ഒരു ബെഡ് ആക്കാൻ. പക്ഷേ ഒരു പാഡി സ്ട്രോ ഉണ്ടെങ്കിൽ ഒരു 60 രൂപ ആവും. ഗ്രാമവികസനവും സമൂഹ നന്മയും ലക്ഷ്യമാക്കിയാണ് അമ്മ ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്തത്. ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും സഹകരണവും അമ്മ ഉറപ്പുവരുത്തുന്നു. രാജ്യത്തെ സുസ്ഥിര വികസനവും നവീകരണവും ഉറപ്പുവരുത്തുന്ന ഇത്തരം പാഠ്യപദ്ധതിക്കുള്ള അംഗീകാരം എന്ന നിലയിൽ അമൃത വിശ്വവിദ്യാപീഠത്തിന് യുനെസ്കോ ചെയർ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ലിവ് ഇൻ ലാബ്സിനു പുറമെ E4 ലൈഫ് എന്ന PhD പ്രോഗ്രാമും അമൃത വിശ്വവിദ്യാപീഠം നടത്തിവരുന്നു. അമൃത ന്യൂസ്, കൊല്ലം.